നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാട്ടിക മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും AITUC മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതാവുമായിരുന്ന K. ആനന്ദന്റെ 11ാമത് ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. K. ആനന്ദന്റെ വസതിയിൽ നടന്ന അനുസ്മരണ യോഗം CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി CS മണി അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലമ്പറമ്പിൽ, മുതിർന്ന CPI നേതാവ് PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. സ്വർണലത, സജിന പർവീൻ, മുൻ MLA ഗീതാ ഗോപി, NAP സുരേഷ്, 13ാം വാർഡ് മെമ്പർ KK സന്തോഷ് എന്നിവർ സംസാരിച്ചു. LDF കൺവീനർ TR വിജയരാഘവൻ, മണ്ഡലം കമ്മിറ്റി അംഗം VV പ്രദീപ്, ജിഹാസ് നാട്ടിക, സീമ രാജൻ, ബിജോഷ് ആനന്ദൻ, AA സലാം, TC ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മരിച്ചുപോയി 11 വർഷമായി എന്നുള്ളത് നമുക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു വിടവും ഒരു വേർപാടുമായി ആനന്ദേട്ടൻ്റെ മരണം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനൊക്കെ ആനന്ദേട്ടനുമായി വ്യക്തിപരമായ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന കാലത്ത് തന്നെ AISF രംഗത്ത് നാട്ടിക കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് സുഭാഷ് മാഷും ആനന്ദേട്ടനും സ്വർണലത ടീച്ചറും ഞങ്ങളുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായികളും ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അഭയ കേന്ദ്രവുമായിരുന്നു ഈ 3 ആളുകൾ. വടനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഇസ്ലാമിയ കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന സമ്മേളനം ജനുവരി 11 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തളിക്കുളം പുതിയങ്ങാടി യൂണിറ്റി കോളേജ് ക്യാമ്പസിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിലെ നിർധനരും നിരാലംബരുമായ അനാഥ അഗതികൾക്ക് മത ഭൗതിക വിദ്യാഭ്യാസം നൽകി അവരെ മുഖ്യധാരയോടൊപ്പം ചേർത്ത് നിർത്തുന്ന ദൗത്യമാണ് വടനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റി ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 1970കളിൽ തീരദേശ ഗ്രാമമായ വടനപ്പള്ളിയിൽ ഒരു പ്രാഥമിക മദ്രസയായി ആരംഭിച്ച സ്ഥാപനം ഇന്ന് തൃശൂർ, എറണാകുളം, കൊല്ലം ജില്ലകളിൽ 16ഓളം സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി വളർന്നതായി ഭാരവാഹികൾ പറഞ്ഞു. റെസിഡൻഷ്യൽ സ്വഭാവത്തിൽ നടത്തപ്പെടുന്ന ഈ സ്ഥാപനങ്ങളിൽ പ്രീ സ്കൂൾ തലം മുതൽ ഡിഗ്രി വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1000-ലേറെ വിദ്യാർത്ഥികൾ അന്തേവാസികളായും അതിലേറെ കുട്ടികൾ ഡേ സ്കോളേഴ്സായും പഠനം നടത്തുന്നു. മന്ത്രി, MP, MLA തുടങ്ങിയവർ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ട്രസ്റ്റ് ഡയറക്ടർ CK ഹനീഫ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി CK ഷൗക്കത്ത് അലി, സ്വാഗത സംഘം ജനറൽ കൺവീനർ MA ആദം, കമ്മിറ്റി അംഗങ്ങളായ P. മൊയ്തീൻ, വടക്കാങ്ങര, മിരീഫ്, PM എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വോളിബോളിന്റെ ഉന്നമനത്തിനായി രൂപം കൊണ്ടിട്ടുള്ള ലെജൻഡ്സ് വോളി എന്ന കേരള കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മാസ്റ്റേഴ്സ് ഓൾ കേരള വോളിബോൾ ടൂർണമെന്റ് ജനുവരി 11-12 തീയതികളിൽ തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ 8 ക്ലബ്ബ് ടീമുകളുടെ മത്സരവും 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെയും 40 വയസ്സിന് മുകളിലുള്ള വനിതാ ടീമുകളുടെയും പ്രദർശന മത്സരങ്ങളിൽ നടക്കും. വോളിബോളിന്റെ ഈറ്റില്ലമായ മണപ്പുറത്തിന്റെ മണ്ണിൽ ദേശാന്തര താരങ്ങളും ദേശാന്തര താരങ്ങളെ വെല്ലുന്ന നാട്ടിൻപുറത്തെ അഭ്യാസികളും ചേരുമ്പോൾ മത്സരങ്ങൾ ആവേശഭരിതമാകും. കുഞ്ഞിക്കളവൻ മാസ്റ്ററും ഒളിമ്പ്യൻ ചന്ദ്രശേഖരനും ഇക്കോരക്കുട്ടി മാസ്റ്ററും ഉമ്മറിക്കയും പകർന്നു നൽകിയ വോളിബോൾ ആവേശം ഈ കാലയളവിൽ പുത്തൻ തലമുറക്ക് ഉണർവേകും. TSGA ഓൾ ഇന്ത്യ ടൂർണമെന്റുകളിൽ നമ്മെ ആവേശം കൊള്ളിച്ച പ്രിയ താരങ്ങളെ ഒരിക്കൽ കൂടി കാണുവാൻ കൂടിയാണ് വോളിബോൾ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഭാരവാഹികളായ PC രവി, MM ഹാഷിം, നൌഷാദ് ബാഹു, ഷഫീർ മതിലകം, ഷിറാസ് കാവുങ്ങൽ എന്നിവർ പങ്കെടുത്തു. പുത്തൻപീടിക വാളമുക്ക് പരിസരത്ത് താന്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ചിട്ടുള്ള കൊടിമരത്തിന്റെ ഭിത്തി സാമൂഹ്യദ്രോഹികൾ തകർത്തതിൽ പ്രതിഷേധം നടത്തി. പോലീസിന്റെ പ്രവർത്തനം ദുർബലമായതിനാലും SSHOയുടെ ഒഴിവ് നികത്താത്തതിനാലും പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതായി യോഗം കുറ്റപ്പെടുത്തി. ഇത്തരം പ്രവർത്തനം നടത്തിയവരെ ഉടൻ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൊടിമരത്തിനടുത്ത് നടത്തിയ പ്രതിഷേധ സമരത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ VK പ്രദീപ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. താന്യ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആൻഡോ തൊറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കോൺഗ്രസ് നേതാക്കളായ നിസാർ കുമ്മങ്കണ്ടത്ത്, ലാസർ KA, പോൾ പുലിക്കോട്ടിൽ, ലൂയിസ് താണിക്കൽ, ഉഷ ഉണ്ണികൃഷ്ണൻ, രേണുക റിജു, ആഷിഖ് ജോസ് എന്നിവർ സംസാരിച്ചു. ജഗദീഷ് രാജ് വാളമുക്ക്, സലീഷ് കരിപ്പാറ, ബെന്നി ആഞ്ഞിലപ്പടി, വില്ലി പട്ടത്താനം, ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. പക്ഷേ ഇവിടുത്തെ പോലീസ് ഇപ്പോഴും നിഷ്ക്രിയമാണ്. എന്തുകൊണ്ടാണ് അവർ നിഷ്ക്രിയമാവുന്നത്?
ഇവിടെ ഭരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പിണറായി വിജയൻ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ആഭ്യന്തരം, ആ ആഭ്യന്തരം പൊതുവെ പരാജയമാണ്. എന്താണ് പരാജയത്തിന് കാരണം? അവരുടെ ദാഷ്ട്യം, അവരുടെ അർഹതയില്ലാത്ത അവരുടെ പെരുമാറ്റം, അവരുടെ ഗുണ്ടായിസം, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇത് തല്ലിപ്പൊളിച്ചതും ഇത് ഇടിച്ചു പൊളിച്ചതും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്, ഒരു CPM-കാരാണ് എന്ന് പറയാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ പോലീസിന്റെ നിഷ്ക്രിയത്വം അത് ഞങ്ങൾക്ക് എടുത്തു കാണാതെ പറ്റില്ല. തളിക്കുളം പുതിയങ്ങാടി ശ്രീബാല സുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ ക്ഷേത്രത്തിലേക്ക് വേൽ കൈമാറി. വൈകിട്ട് നമ്പിക്കടവ് ബീച്ചിൽ നിന്നും വേലെഴുന്നള്ളിപ്പുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി മണ്ടാമ്പുള്ളി മഠം കണ്ണൻ ശാന്തിക്ക് ബഗീഷ് പൂരാടൻ വേൽ കൈമാറി. ക്ഷേത്രം ഭാരവാഹികളായ ഷാജു തൃപ്രയാറ്റ്, ഷാജി തട്ടാരപുരയ്ക്കൽ, അശോകൻ നെമ്പട്ടി എന്നിവർ പങ്കെടുത്തു. ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ആശയം ഉൾക്കൊണ്ട് IRA മീഡിയ അവതരിപ്പിക്കുന്ന മേൽവിലാസം തേടി എന്ന ഹ്രസ്വചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. വടനപ്പള്ളി ഗണേശമംഗലം ക്ഷേത്രസന്നിധിയിൽ നടത്തിയ ചടങ്ങിൽ പൊതുപ്രവർത്തകൻ അഷറഫ് വലിയകത്ത്, സതീഷ് ബാബു എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. രമേശ് ചെമ്പനാടൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ചിത്രത്തിന്റെ ക്യാമറ, എഡിറ്റിംഗ് സംവിധാനം എന്നിവ MJ നിർവഹിക്കും. വിലാസം തേടി എന്നുള്ള പേര് തന്നെ നമ്മളെ മനുഷ്യരെ മനസ്സിൽ കീറുന്ന പേരാണ്. അതിന് തന്നെ വലിയൊരു അർത്ഥം ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഷോർട്ട് ഫിലിം ഒരു സന്ദേശമാണ് നമ്മളെ രാജ്യത്തിനും നാട്ടിനും കൊടുക്കാൻ പോകുന്നത്. മുന്നേ ഇതിന് മുമ്പ് ഞാനിതുപോലുള്ളൊരു ഷോർട്ട് ഫിലിം പിടിച്ചിട്ടുള്ളതാണ്. മറിച്ച് ഇത്തരം ഷോർട്ട് ഫിലിം പിടിക്കുന്നവരൊക്കെ ജനങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.